ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല വബഅദ്. ഇന്ന് നമ്മൾ ഏറെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് അവർ വിലക്ക് വാങ്ങി മോചിപ്പിച്ച അടിമ സ്ത്രീയാണ് ബരീറ. ആ സ്ത്രീയുടെ മോചനവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായൊരു ഹദീസ്. ഈ ഹദീസിനെ ഒരു ഗ്രന്ഥ ആക്കി രചിച്ചിട്ടുണ്ട്. 400 മസ്അലകൾ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ 400 മസ്അലകൾ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന്, കാരണം അത് കുറേ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. കുറേ വിഷയങ്ങൾ നമ്മൾ അത് പിന്നെ ചില കാര്യങ്ങൾ മാത്രമേ അതിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യ ഹദീസ് വായിക്കാം. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ജാഅത്നി ബരീറ ഫഖാലത്ത് ഇന്നി കാതബ്തു അഹ്ലി അലാ 9 അവാഖിൻ ഫീ കുല്ലി ആമിൻ ഊഖിയ فأعينيني فقلت إن أحب أهلك إن أحب أهلك ബരീറിനോട് പറയല്ലേ, ബരീറ പറഞ്ഞല്ലേ, ഇൻ അഹബ്ബ അഹ്ലുക്കി അൻ അഉദ്ദഹ ലഹും ويكون ولاؤك لي فعلت. فذهبت بريرة إلى أهلها فقالت لهم فأبوا عليها فجاءت من عندهم ورسول الله صلى الله عليه وسلم جالس فقالت إني عرضت ذلك عليهم فأبوا إني قد عرضت ذلك عليهم فأبوا إلا أن يكون الولاء لهم. فسمع النبي صلى الله عليه وسلم فأخبرت عائشة النبي صلى الله عليه وسلم فأخبرت عائشة النبي صلى الله عليه وسلم فقال خذيها واشترطي لهم الولاء فإنما الولاء لمن أعتق. ففعلت عائشة رضي الله تعالى عنها. ثم قام رسول الله صلى الله عليه وسلم في الناس فحمد الله وأثنى عليه. ثم قام رسول الله صلى الله عليه وسلم في الناس خطيبا فحمد الله وأثنى عليه ثم قال أما بعد فما بال رجال يشترطون شروطا ليست في كتاب الله تعالى ما كان من شرط ليس في كتاب الله فهو باطل وإن كان 100 شرط قضاء الله أحق وشرط الله أوثق وإنما الولاء لمن أعتق. متفق عليه واللفظ للبخاري وفي لفظ لمسلم وعند مسلم اشتريها وأعتقيها واشترطي لهم الولاء. ألا وأعتقيها طاء له. طيب, ഇതാണ് ബരീറയുടെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ്. ബരീറയുടെ ഹദീസ്. ബരീറ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മൗലാത്ത് എന്ന് പറഞ്ഞാൽ അവരെ അടിമത്വത്തിൽ നിന്ന് വിലക്ക് വാങ്ങി മോചിപ്പിച്ച മഹദിയാണ്. ബരീറ ഇമാം നസായിയുടെ നിവേദനത്തിൽ അൻസാരികളിൽ ഒരു കുടുംബക്കാരുടെ അടിമപ്പെണ്ണായിരുന്നു. അവർ വിവാഹിതയായിരുന്നു. ഭർത്താവിൻ്റെ പേര് മുഗീസ് എന്നാണ്. ഈ ബരീറയുടെ ഭർത്താവിൻ്റെ പേര് മുഗീസ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഈ ബരീറയെ അവരുടെ സയ്യിദന്മാരിൽ നിന്ന്, യജമാനന്മാരിൽ നിന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്തു? മോചിപ്പിച്ചപ്പോൾ ബരീറ ഭർത്താവിനോട് ഒത്തുപോണില്ല.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഖിയാർ നൽകി. ഒന്നുകിൽ ഭർത്താവിനോടൊപ്പം കഴിയാം, അല്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാം. അങ്ങനെ ഖിയാർ നൽകി. അപ്പോൾ പിന്നെ ബരീറ ചോദിക്കുന്നുണ്ട്, റസൂലെ നിങ്ങൾ ഒരു ഷാഫി ആണോ അല്ല ആമിറാണോ ചോദിക്കുന്നുണ്ട്. ഷാഫി ആണോ ആമിറാണോ, അഥവാ പിന്നെ ഒരു ശുപാർശകനാണോ അതല്ല കൽപ്പിക്കുന്നവനാണോ? അതായത് നിങ്ങൾ ഭർത്താവിനോടൊപ്പം മുഗീസിനോടൊപ്പം കഴിയണം എന്ന് കൽപ്പിക്കുന്നവനാണോ അതല്ല നിങ്ങളൊരു ശുപാർശ മാത്രം നിർവഹിക്കണോ? അപ്പോൾ റസൂൽ പറഞ്ഞു ഞാനൊരു ശുപാർശകനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട്ട് ബരീറ പറഞ്ഞ് എനിക്ക് വേണ്ട, ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ കൽപ്പിക്കുന്നവനാണെങ്കിൽ ബരീറ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഭർത്താവിനെ സമ്മതിച്ച് നിൽക്കണം. ഏതായാലും ബരീറ സ്വതന്ത്രയായപ്പോൾ പിന്നെ ഭർത്താവിനെ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. അവർ പൊരുത്തപ്പെട്ടു പോയിരുന്നില്ല. ഉത്ബ ഇബ്നു അബീ ലഹബിൻ്റെ അവരുടെ അടിമയായിരുന്നു ബരീറ എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ പിന്നെ ചിലപ്പോൾ ഉത്ബയുടെ കുടുംബം ഒരു മക്കക്കാരാണല്ലോ, അൻസാരികൾ മദീനക്കാരുമാണ്. ഒരു വേള പിന്നെ ബരീറയെ അവർക്ക് മദീനക്കാർക്ക് വിറ്റിട്ടുണ്ടാവും. എന്തായാലും ആയിഷ റളിയല്ലാഹു തആല അവരെ വിലക്ക് വാങ്ങുന്ന ആരിൽ നിന്നാണ്? മദീനയിലെ അൻസാരികളിൽ നിന്നാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം. ഭർത്താവ് അടിമയാണ്, മുഗീസ് അടിമയാണ്, ബരീറയും അടിമയാണ്. പക്ഷെ ബരീറ എന്ത് ചെയ്തു? ബരീറ പൈസ സ്വരൂപിച്ച് തന്നെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അതിനെ മുക്കാത്തബ എന്ന് പറയാം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഹദീസിൽ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അതായത് ഭർത്താവ് അടിമയാണ്, ബരീറയും അടിമയാണ്. ബരീറ എന്ത് ചെയ്യാണ്? യജമാനന്മാരോട് പിന്നെ എന്ത് ചെയ്യാണ്? മുക്കാത്തബ നടത്തണം. മുക്കാത്തബ എന്ന് പറഞ്ഞാൽ ഗഡുക്കളായിട്ട് ഞാൻ കാശടക്കാം, എന്നെന്ത് ചെയ്യണം നിങ്ങൾ? ഞാൻ അവസാന തടവ് തീർക്കുമ്പോൾ എന്നെ മോചിപ്പിക്കണം. മനസ്സിലല്ലേ? ആ വ്യവസ്ഥയിൽ ഒരു അടിമ യജമാനന്മാരോട് എന്ത് ചെയ്യാണ്? ഇടപാട് നടത്തുകയാണെങ്കിൽ അതിനാണ് മുക്കാത്തബ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ. ഫകാതിബൂഹും, നിങ്ങൾ അടിമകളോട് മുക്കാത്തബ നടത്തിക്കോളയും അവരിൽ നിങ്ങൾ ഖൈറ് കാണുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ പറ്റിച്ച് ചാടി പോകില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഗഡുക്കളായിട്ട് കാശ് വാങ്ങിയിട്ട് നിങ്ങൾ അവർക്ക് മോചനം നൽകിക്കോളി. അതായത് അടിമകളെ മോചിപ്പിക്കാനുള്ള ഒരു ഇസ്ലാം അടിമകളെ വെച്ച് ഉറപ്പിക്കുന്ന മതമല്ല. പിന്നെ അടിമകളെ മോചിപ്പിക്കാനാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു രീതിയാണിത്, ഈ മുക്കാത്തബ. യജമാന്മാർക്ക് ഗഡുക്കളായിട്ട് കാശ് നൽകുക, എന്നിട്ട് മോചിപ്പിക്കുക എന്നുള്ളത്. ഇവിടെ അതാണ് വിഷയം, മുക്കാത്തബത്ത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് ജാഅത്നി ബരീറത്തു. ജാഅത്നി, എൻ്റെ അടുക്കൽ വന്നു ബരീറ വന്നു. ഫഖാലത്ത്, എന്നിട്ട് ബരീറ പറഞ്ഞു, ഇന്നി കാതബ്തു അഹ്ലി. എന്താ അഹ്ലി പറഞ്ഞാൽ? എൻ്റെ കുടുംബമല്ല, എൻ്റെ യജമാനന്മാർ. അതായത് ഇവരെ ഏതൊരു കുടുംബത്തിൻ്റെ കീഴിലാണോ അതാണ്, അവർ യജമാനരാണ്. അതായത് ബരീറ ഏതൊരു കുടുംബത്തിലാണുള്ളത് ആ കുടുംബം ഇവരുടെ യജമാനന്മാരാണ്. അവിടെ ഉദ്ദേശം കാതബ്തു അഹ്ലി എന്ന് പറഞ്ഞാൽ യജമാനന്മാരായവരുടെ കുടുംബം. ഇന്നി കാതബ്തു അഹ്ലി, എൻ്റെ യജമാനന്മാരോട് ഞാൻ എന്ത് ചെയ്തു? മുക്കാത്തബ നടത്തി. അലാ തിസ്ഇ അവാഖിൻ. 9 ഊഖിയ വ്യവസ്ഥ പ്രകാരം. മനസ്സിലായ എന്താ പറഞ്ഞേ? അതായത് 9 ഊഖിയ ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ മോചിപ്പിക്കണം. അതാണ് മുക്കാത്തബ. ഫീ കുല്ലി ആമിൻ ഊഖിയ, ഓരോ വർഷവും ഓരോ ഊഖിയ. അപ്പോൾ എത്ര വർഷം വേണം? 9 വർഷം വേണം. അപ്പോൾ 9 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? 9 ഊഖിയ തന്നു തീർക്കും, നിങ്ങളെനിക്ക് മോചനം നൽകണം എന്ന് ബരീറ പറയാണ്. കാതബ്തു അഹ്ലി, എൻ്റെ യജമാന്മാരായ കുടുംബത്തോട് ഞാൻ എന്ത് ചെയ്തു? മുക്കാത്തബ നടത്തി. ഒരു ഊഖിയ എത്ര? 40 ദിർഹം. അപ്പോൾ പിന്നെ 9 ദിർഹമാണ്. അപ്പോൾ എത്ര? 360 ദിർഹം മൊത്തം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലയോട് വന്നിട്ട് ബരീറ പറയാണ്, ഇന്നി കാതബ്തു അഹ്ലി അലാ തിസ്ഇ അവാഖിൻ, 9 ഊഖിയ തരാമെന്ന വ്യവസ്ഥ പ്രകാരം ഞാൻ എൻ്റെ യജമാനന്മാരോട് മുക്കാത്തബ നടത്തി. ഫീ കുല്ലി ആമിൻ ഊഖിയ, ഓരോ വർഷവും ഓരോ ഊഖിയ. ഫഅഈനീനി, ഇസ്മന ഫഅഈനീനി, നിങ്ങളെന്നെ
സഹായിക്കണം. ഈ ബരീറ എപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അടുക്കൽ വരുമായിരുന്നു എന്നാണ് മനസ്സിലായത്. എപ്പോഴും വരും. അതുകൊണ്ടാണ് പിന്നെ ഈ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദ പ്രചരണം നടത്തിയ സന്ദർഭത്തിൽ മദീനയിൽ അപവാദ പ്രചരണം നടത്തിയല്ല പിന്നെ സഫ്വാൻ ഇബ്നു മുഅത്തലും ആയിഷയും തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതായത് പ്രശ്നം ഉണ്ടായിട്ടില്ല. ആയിഷ ഉമ്മ നിരപരാധിയാണ്, സഫ്വാൻ ഇബ്നു മുഅത്തലും നിരപരാധിയാണ്. പക്ഷേ അവർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള ആ കുപ്രചരണം ഇഫ്ക് അത് പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ പ്രയാസപ്പെട്ട് അങ്ങനെ പറയപ്പെടുന്നുണ്ട് ബരീറയോട് ചോദിക്കാൻ. കാര്യം ബരീറ എപ്പോഴും ഇവിടെ വരും, ആയിഷയുടെ അടുക്കൽ വരും. അപ്പോൾ ആയിഷയെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും ബരീറക്ക്. അന്ന് ബരീറ എന്തായിട്ടില്ല, ആയിഷയുടെ മൗലാത്തായിട്ടില്ല അല്ലേ ബരീറ. അപ്പോൾ ബരീറയെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ബരീറ പറയാണ്, എങ്ങനെ പിന്നെ ആയിഷ ഒരു തെറ്റിനെ കുറിച്ച് ആലോചിക്കും, മനസ്സിലായി? ഇളം പ്രായക്കാരി മാവ് കുഴച്ച് അതാണ് ബരീറ പറയണത്. മാവ് കുഴച്ച് ആയിഷ എന്ത് ചെയ്യും, കുഴക്കണീൻ്റെ അടിയിൽ ഉറങ്ങിപ്പോവും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കുഴച്ച മാവ് എന്നിട്ട് പിന്നെ കോഴികളൊക്കെ തിന്നും. അങ്ങനെ ഉള്ള ഒരു പെണ്ണാണ് ആര്, ആയിഷ. ഒന്നും അറിയാത്ത ഒരു സാന്ത്വനിയായ സ്ത്രീയാണ്. അങ്ങനെയുള്ള ആയിഷ അത് ചെയ്യൂല എന്ന് ആര് പറയുന്നുണ്ട്, ബരീറ സാക്ഷ്യം പറയുന്നുണ്ട്. ഏതായാലും ബരീറ എപ്പോഴും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് വരും, മനസ്സിലായേ? അതുകൊണ്ട് ആയിഷയോട് വന്നിട്ട് പറയാണ്, ഇനി നിങ്ങൾ എന്നെ സഹായിക്കണം. എന്തിന് സഹായിക്കണം? ഈ ഉക്കിയ കളക്ട് ചെയ്യാൻ. 9 ഉക്കിയ വേണ്ട, വലിയ സംഖ്യയാണ്. ഒരടിമ സ്ത്രീ എന്ന നിലക്ക് അവർക്ക് തന്നെ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയണം. അപ്പോൾ ഫഖുൽതു, ആയിഷ പറയാണ്, ഞാൻ പറഞ്ഞു, ഇൻ അഹബ്ബ അഹ്ലുക്കി അൻ അഉദ്ദഹ ലഹും വയകൂനു വലാഉക്കി ലി ഫഅൽത്. എന്താ പറഞ്ഞേ? ഇത് ശരിക്ക് നമ്മളെപ്പോഴും കേൾക്കാത്ത കുറേ മസലകൾ അതിലുണ്ടാകുക. ഇൻ അഹബ്ബ അഹ്ലുക്കി, നിൻ്റെ യജമാനന്മാരായ കുടുംബം അവർ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ അൻ അഉദ്ദഹ ലഹും, ഈ 9 ഊക്കിയെയും ഞാൻ അവർക്ക് എണ്ണിക്കൊടുക്കാൻ. അൻ അഉദ്ദഹ, ഞാൻ അവർക്ക് എണ്ണി നൽകാൻ. എന്ന് പറഞ്ഞാൽ ഈ 9 ഊക്കയും ഞാൻ എണ്ണി നൽകുവാൻ നിൻ്റെ യജമാനന്മാർ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ വയകൂനു വലാഉകി ലി, നിൻ്റെ വലാ എനിക്കാവുകയും ചെയ്താൽ ഫഅൽത് പറഞ്ഞാൽ എന്താ, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് രൊക്കം ഈ 9 ഊക്കയും ഞാൻ നൽകാം അവർക്ക് ഇഷ്ടമാണെങ്കിൽ. പക്ഷെ എന്ത് വേണം, എന്താ വേണ്ടത്? വയകൂനു വലാഉകി ലി, നിങ്ങളുടെ വലാ എനിക്കായിരിക്കണം. എന്താ വലാ? അതായത് വലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധം പോലെ ബലവത്തായിട്ടുള്ളൊരു ബന്ധമാണ് വലാ. അത് കർമ്മശാസ്ത്രത്തിലൊരു പ്രധാന വിഷയമാണത്. ബറാ വല, ആ വല അല്ലത്, ഈ വല വേറെ. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരടിമനെ മോചിപ്പിച്ചു. ഈ മോചിപ്പിക്കപ്പെട്ട അടിമ ഈ യജമാനെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒരു കുടുംബത്തിലെ മെമ്പറെ പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മോചിപ്പിച്ച സയ്യിദിനുണ്ടല്ലോ, ആ അടിമ ഒരു കുടുംബത്തിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ ആ അടിമ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിമയെ അനന്തരെടുക്കൽ വരെ ആരായിരിക്കും? ഈ സയ്യിദായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അടിമക്ക് സ്വത്തുണ്ട്, ആ അടിമ മരിച്ചെങ്കിൽ ആ അടിമയുടെ സ്വത്തായിരിക്കും? ഈ സയ്യിദിനായിരിക്കും. അതാണ് വല. മാത്രമല്ല ഈ അടിമയെ നീ കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആരാ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? ഈ സയ്യിദാണ്. അല്ല അതൊന്നുമല്ല. വലാ ഭയങ്കര ഒരു വിശാലമായ സാങ്കേതിക പദമാണ്. ഇസ്ലാമിക നാടുകൾ വിജയിച്ചടക്കിയപ്പോൾ, മുസ്ലിം നാടുകളൊക്കെ പിന്നെ ഇസ്ലാമിക ഖിലാഫത്ത് വിസ്തൃതി പൂണ്ട് മുസ്ലിം നാടുകൾ, ഇസ്ലാമിന് അധീനപ്പെട്ട നാടുകളിൽ കുറേ യുദ്ധബന്ദികളുണ്ട്. ഈ യുദ്ധബന്ദികളൊക്കെ യോദ്ധാക്കളുടെ അടിമകളായിരുന്നു. പക്ഷെ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? അവരെ മോചിപ്പിച്ചു. ആരാണ് മോചിപ്പിച്ചത്? അയാളുടെ മൗലയാണ് മോചിപ്പിക്കപ്പെട്ടവൻ. അപ്പോൾ മോചിപ്പിച്ചവനും മോചിപ്പിക്കപ്പെട്ടവനും തമ്മിൽ ഏത് ബന്ധമുണ്ട്? വല ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഹദീസ് പണ്ഡിതന്മാരൊക്കെ മൗലന്മാരാണ്. ആരുടെ മൗലന്മാരാണ്? സഹാബികളുടെയൊക്കെ മൗലന്മാരാണ്.
മൗലാഹും എന്ന് പറയും, മദീനക്കാരുടെ മൗലയാണ്, അല്ലെങ്കിൽ ഹാഷിമികളുടെ മൗലയാണ്, ബനു അദീൻ്റെ മൗലയാണ്, ഇങ്ങനെ പറയും. മനസ്സിലായ? അതാണ്. പിന്നെ ഇപ്പോൾ ഇമാം ബുഖാരി മൗലയാണ്, ഇമാം മാലിക് മൗലയാണ്. അങ്ങനെ പിന്നെ ഹദീസ് പണ്ഡിതന്മാർ പലരും എന്താണ് മൗലന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ ഇങ്ങനെ മോചിപ്പിക്കപ്പെട്ട അടിമകളായിരിക്കും. മോചിപ്പിക്കപ്പെട്ട അടിമകളാകുമ്പോൾ ഈ അടിമകൾ ആരിലേക്കാണ് ചേർക്കുക? അവരുടെ സയ്യിദന്മാരിലേക്കാണ് ചേർക്കുക. ആ കുടുംബത്തിൽ ഒരു മെമ്പറായിട്ടാണ് ചേർക്കുക. പക്ഷേ ചേർക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ മൗലയാണ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്തും. അപ്പോൾ ഈ മൗലയെ പെണ്ണാണെങ്കിൽ അതിന് കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ ആർക്കാ ബാധ്യത? ഈ സയ്യിദിനാണ്. ആ പെണ്ണ് മരിച്ച് എങ്കിൽ അതിൻ്റെ സ്വത്ത് ആർക്കുള്ളായിരിക്കും? ഈ സയ്യിദിനുള്ളതായിരിക്കും. മനസ്സിലായോ? അതാണ് അവിടെ വല. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ബരീറയോട് പറയാണ്, നിങ്ങളുടെ സയ്യിദന്മാർ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ഈ കാശ് മുഴുവൻ എണ്ണിക്കൊടുക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷേ വയക്കൂന് വലാഉക്കിലി, നിങ്ങളുടെ വല ആർക്കായിരിക്കണം? എനിക്കായിരിക്കും. അത് പറഞ്ഞു. അപ്പോൾ ഹദീസിൽ തുടർന്ന് പറയാണ്, ഫദഹബത് ബരീറത്തു, അപ്പോൾ ബരീറ പോയി ഇല അഹ്ലിഹ, അവരുടെ കുടുംബത്തിൽ പോയി, കുടുംബത്തിലേക്ക് തന്നെ സയ്യിദുമാരുടെ അടുക്കലേക്ക് പോയി. ഫഖാലത്ത് ലഹും, അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ ഈ കാര്യം പറഞ്ഞു. ഫഅബൗ അലൈഹ, ഫഅബൗ അലൈഹ, അവർ വിസമ്മതിച്ചു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ പിന്നെ ആയിഷക്ക് വിൽക്കുകയും അതേപോലെ തന്നെ വല ആയിഷക്കാവുകയും ചെയ്യുന്നുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യില്ല, സമ്മതിക്കൂല എന്ന് പറഞ്ഞു. ഫജാഅത്ത്, അപ്പോൾ വീണ്ടും ആര് മടങ്ങി വന്നു? ബരീറ വന്നു. മിൻ ഇന്ദിയും, അവരുടെ സയ്യിദന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസ്, അപ്പോൾ റസൂലുള്ള അവിടെ ഇരിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കലേക്കാണ് വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഫഖാലത്ത്, ബരീറ പറഞ്ഞു, ഇന്നി അറത്തു ദാലിക അലൈഹിം, ഇന്നി ഖദ് അറത്തു മുഷ്കിൽ, ഇന്നി ഖദ് ആണ് തീർച്ചയായും, ഇന്നി ഖദ് അറത്തു ദാലിക അലൈഹിം, ആയിഷ ഞാൻ അത് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്നി ഖദ് അറത്തു, ഞാൻ അവതരിപ്പിച്ചു, ദാലിക അത്, ഏത്? അതായത് പിന്നെ ആയിഷമ്മ മൊത്തം ആ കാശ് അവർക്ക് നൽകിയിട്ട് വാങ്ങാം എന്നുള്ളതും വല ആയിഷക്കായിരിക്കണം എന്നുള്ള കാര്യവും അവരുടെ മേൽ അവതരിപ്പിച്ചു. ഫഅബൗ, അവർ വിസമ്മതിച്ചു. ഇല്ല യകൂനൽ വലാഉ ലഹും, എന്താ? അപ്പോൾ അവർ വിസമ്മതിച്ചു. ഇല്ല യകൂനൽ വലാഉ ലഹും, വലാ അവർക്ക് ആയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ആയിഷക്ക് വേണമെങ്കിൽ ആരെ വാങ്ങാം? 9 തൂക്കിയ നൽകിയിട്ട് ബരീറയെ വാങ്ങാം. പക്ഷെ ബരീറയുടെ വല ആർക്കായിരിക്കും? വാങ്ങിയ ആയിഷക്കാകൂല. പിന്നെയോ പിന്നെ അടിമയായി ഉടമപ്പെടുത്തിയ ആ സയ്യിദുമാർക്കായിരിക്കും എന്ന നിലക്ക് അവർ പറഞ്ഞു. സിറാജ് സാഹിബ് ആകെ തപ്പുകയാണ്, എന്താണ് വല, എന്താണ് ആകെ മുഷ്കിൽ. ഫഅബൗ ഇല്ല അൻ യകൂനൽ വലാഉ ലഹും, പക്ഷേ അവർ എന്ത് ചെയ്തു? വല അവർക്കാകണം എന്നുള്ളത് അവർ പിന്നെ അതിൽ ഉറച്ചു നിന്നു. അങ്ങനെ അല്ലാതെ ഒരിടപാട് അവർ വിസമ്മതിച്ചു. ഫസമി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ട്, അതായത് പിന്നെ ഈ ഹദീസിൻ്റെ റിപ്പോർട്ടുകൾ കാണാം, ബരീറ വന്നിട്ട് ആയിഷയോട് മെല്ലെ പറയണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്, എന്താണ് ആ സ്ത്രീ നിങ്ങളോട് മെല്ലെ പറയണതെന്ന് ചോദിക്കുകയാണ്. അതാണ് ഫസമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറത് ആയിഷത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറത് ആയിഷത്തു, അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംഗതി പറഞ്ഞു കൊടുത്തു. ഇതാണ് ബരീറ വന്നു, അവർ മോചിപ്പിക്കുന്ന വിഷയം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു. അപ്പോൾ അവരുടെ സയ്യിദരോട് പോയി പറഞ്ഞു, സയ്യിദന്മാർ ഇങ്ങനെയാണ് പ്രതികരിച്ചത് കാര്യം. അത് ആയിഷ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഫഖാൽ ആരാ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദീഹ, നിങ്ങൾ ബരീറെ സ്വീകരിച്ചോളി. വഷ്തരിത്തി ലഹുമുൽ വല നിങ്ങൾ അവർക്ക് ഷർത്താക്കി വെക്കുകയും ചെയ്തോളി. അതായത് ഖുദി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബരീറയെ സ്വീകരിച്ചോളി എന്ന് പറഞ്ഞാൽ വാങ്ങിക്കോളി. വഷ്തരിത്തി ലഹുമുൽ വല, അവർക്ക് വല നിങ്ങൾ ഉപാധിയാക്കി വെക്കുകയും ചെയ്തോളി. ഫഇന്നമൽ വലാഉ ലിമൻ ആതക്, എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, തീർച്ചയായും വല ആർക്കാണ്? ലിമൻ ആതക്, ആരാണ് അടിമനെ മോചിപ്പിച്ചത് അയാൾക്കാണ്.
അയാൾക്കാണ്. അപ്പോൾ ആർക്കായിരിക്കണം വലാ? ആയിഷക്ക്. ആയിഷമ്മല്ലാവരും മോചിപ്പിക്കണത്. വലാ മോചിപ്പിച്ചവൻ ആരാണ് അവർക്ക് മാത്രമാണ്. പക്ഷേ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്തോളി, വലാ ഷർത്താക്കി വെച്ചിട്ട് അവരെ നിങ്ങൾ വാങ്ങിക്കോളിയും എന്ന് പറഞ്ഞു. ഇവിടെ വഷ്തരത്തി ലഹു അൽ വല എന്ന് പറഞ്ഞാൽ റസൂൽ അത് സമ്മതിച്ചുകൊണ്ടല്ല പറഞ്ഞ്. അവർ പറഞ്ഞു ഈ വിഷയം വലാ മോചിപ്പിച്ചവർക്കാണ് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലേ കൂട്ടി പഠിപ്പിച്ചതാണ്. ഏതൊരാളാണോ ഒരടിമയെ മോചിപ്പിക്കുന്നത് ആ അടിമയുടെ വല ആർക്കായിരിക്കും? മോചിപ്പിച്ചവനാണ്. അത് പഠിപ്പിച്ചാണ്. പക്ഷേ ഈ സയ്യിദന്മാർ ഈ വിഷയത്തിൽ അല്പം നേരെയല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഒരു പണിഷ്മെൻ്റ്, ഒരു ശിക്ഷ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തത്? വഷ്തരിത്തി ലഹുമുൽ വലാ സമ്മതിച്ചോളി, എന്നിട്ട് അവരെ നിങ്ങൾ പെട്ടെന്ന് മോചിപ്പിച്ചോളി എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു. ഫഫഅലത് ആയിഷത്തു റളിയല്ലാഹു തആല. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? 9 ഉഖിയ നൽകി ബരീറയെ മോചിപ്പിച്ചു. അവരോട് പറഞ്ഞെന്ത്? വലാ ഇങ്ങക്കാണ്. പക്ഷേ എന്താ റസൂലുള്ള ചെയ്തത്? സുമ്മ ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റു. ഖതീബൻ, ഒരു പ്രാസംഗികനായിട്ട്, ഫിന്നാസ് ജനങ്ങളിൽ. ഖതീബൻ എന്നില്ല, പക്ഷേ ഫിന്നാസി ഖതീബൻ മുഷ്കിൽ, ഒരു ഖതീബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളിൽ എഴുന്നേറ്റു. ഫഹമിദല്ലാഹ് വ അസ്ന അലൈഹി, അള്ളാഹുവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഹംദ് ചൊല്ലി എന്നാണ്. സുമ്മ ഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? അമ്മാ ബഅദ് ഫമാ ബാലു റിജാലിൻ യശ്തരീതൂന ശുറൂതൻ ലൈസത് ഫീ കിതാബില്ലാഹ്. ഫമാ ബാലു റിജാലിൻ, ഒരു വിഭാഗം ആളുകൾക്ക് എന്തു പറ്റി? ഫമാ ബാലു റിജാലിൻ, ഒരു സംഘം ആളുകളുടെ കാര്യം എന്താണ്? യശ്തരീതൂൻ, അവർ ഷർത്ത് വെക്കുന്നു. ശുറൂതൻ, ചില ഷർത്തുകൾ. ലൈസത് ഫീ കിതാബില്ലാഹി തആല, ആ ഷർത്തുകൾ അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്ത ഷർത്തുകളാണ്. അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്ത ഷർത്തുകൾ ചില ആളുകൾ വെക്കുന്നു. ഫമാ ബാലു റിജാലിൻ, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തു പറ്റി? മാ കാന മിൻ ഷർത്തിൻ ലൈസ ഫീ കിതാബില്ലാഹി ഫഹുവ ബാത്തിൽ. എന്താ? മാ കാന മിൻ ഷർത്തിൻ, ഏതൊരു ഷർത്താണോ ലൈസ ഫീ കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്ത ഷർത്ത്, ഫഹുവ ബാത്തിലുൻ, അതെന്താണ്? ബാത്തിലാണ്, അസാധുവാണ്. വ ഇൻ കാന മിഅത ഷർത്ത്, എന്താ? അത് 100 ഷർത്താണെങ്കിലും ശരി, 100 ഷർത്ത് വെച്ച്, ഉപാധി വെച്ച്, മനസ്സിലായില്ല, അങ്ങനെയാണ് ഒരു ഇടപാട് ഉറപ്പിച്ചത്. പക്ഷേ അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്ത ഷർത്താണെങ്കിൽ എങ്കിൽ ഫഹുവ ബാത്തിലുൻ, ആ ഷർത്ത് അസാധുവാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖളാഉല്ലാഹി അഹഖ്. എന്താ ഖളാഉല്ലാഹി അഹഖ്? അള്ളാഹുവിൻ്റെ വിധിയാണ് ഏറ്റവും വീട്ടാൻ യോഗ്യമായത്. ഖളാഉല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധിയാണ് അഹഖ്, വീട്ടാൻ ഏറ്റവും അർഹമായത്, യോഗ്യമായത്. വശർത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഷർത്താണ് ഔസഖ്, ഏറ്റവും സുദൃഢമായത്, സുശക്തമായത്. വ ഇന്നമൽ വലാഉ ലിമൻ ആതഖ്. എന്താ റസൂൽ പറഞ്ഞത്? വ ഇന്നമൽ വലാ, തീർച്ചയായും വലാ ലിമൻ ആതഖ്, അടിമയെ മോചിപ്പിച്ചവന് മാത്രമാണ്. ഉണ്ടോ? അതാണ് ഷർത്ത്. വലാഇൻ്റെ ഷർത്ത് എന്താണ്? അടിമനെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ല പറഞ്ഞ ഷർത്താണ്. വ ഇന്നമൽ വലാഉ ലിമൻ ആതഖ്, മോചിപ്പിച്ചവന് മാത്രമാണ് വലാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രസംഗത്തിൽ ഉണർത്തി. ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. വല്ലഫ്ദുലിൽ ബുഖാരി, ഈ ഹദീസിൻ്റെ ലഫ്ദ് ഇമാം ബുഖാരിയുടേതാണ്. വഇൻദ മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ അടുക്കലുള്ള റിപ്പോർട്ടിൽ ഇപ്രകാരമുള്ളത്. അതായത് ഇഷ്തരീഹ വ അഅ്തിഖീഹ വഷ്തരിത്തി ലഹുമുൽ വല. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഖുദീഹ വഷ്തരിത്തി ലഹുമുൽ വല, അതിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു ഇഷ്തരീഹ. എന്താ ഇഷ്തരീഹ? ആ ബരീറയെ ആയിഷ നിങ്ങൾ വാങ്ങിക്കോളൂ. വ അഅ്തിഖീഹ, എന്നിട്ട് നിങ്ങൾ ബരീറയെ മോചിപ്പിച്ചോളൂ. വഷ്തരിത്തി ലഹും, അവർക്ക് ബരീറയുടെ ബന്ധുക്കൾക്ക്, യജമാനന്മാർക്ക് നിങ്ങൾ ഷർത്ത് വെച്ചോളിയും അൽ വല, വലാഇന്. അതായത് വാങ്ങിക്കുമ്പോൾ അങ്ങക്ക് വല ഉണ്ട് എന്നുള്ളക്ക് ഉപാധി തന്നെ വെച്ചിട്ട് വാങ്ങിക്കോളിയും എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞേ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കറിയാം ഈ വിധി, അവർക്കറിയാം ഈ വിധി. എന്നിട്ടും അവർ ഇതൊരടിമല്ലേ, അപ്പോൾ അടിമനെ അവർ ഈ രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ റസൂലുള്ളാഹി അവർക്ക് ഒരു ശിക്ഷ എന്ന നിലയ്ക്ക് തന്നെയാണ് എന്ത് ചെയ്തത്? ആയിഷയോട് പറഞ്ഞത് വല ഉണ്ടാവും എന്ന് പറഞ്ഞോളി, എന്നിട്ട് വാങ്ങിക്കോളി, എന്നിട്ട് ഏതായാലും ഇവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം.
ഈ ഒരു പെണ്ണിനെ അടിമ പെണ്ണിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ വാങ്ങിയിട്ട് മോചിപ്പിക്കാൻ പറഞ്ഞു. റസൂൽ എന്ത് ചെയ്ത് പിന്നെ അവരെ നന്നാക്കുകയാണല്ലോ വേണ്ടത്. അതിനെന്ത് ചെയ്ത് ആളുകളെ വിളിച്ചിട്ട് റസൂൽ ഇങ്ങനെ പ്രസംഗിച്ച്. അവിടെ പ്രസംഗിച്ചപ്പോൾ നോക്കി നിങ്ങൾ, ശരിക്കും ഇവർ അൻസാരി ഒരു കുടുംബമാണ്. ഇത് ഈ ബരീറയുടെ സയ്യിദന്മാർ ഒരു അൻസാരി കുടുംബമാണ്. പക്ഷെ അവരെ മാത്രം റസൂലുള്ളാഹി വിളിച്ചില്ല. ആൾക്കൂട്ടത്തിൽ അവരെ പ്രത്യേകം പരാമർശിച്ചതുമില്ല. പിന്നെ എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഫമാ ബാലു റിജാലിൻ, ഒരു വിഭാഗം ആളുകൾക്ക് എന്ത് പറ്റി. അപ്പം ആർക്കും അറിയില്ല ഇതെന്താ കേസ് എന്നുള്ളത്. പക്ഷേ എന്നാലും റസൂലുള്ളാഹി ചികിത്സിച്ച് അവർക്കറിയാം ഇത് ഞങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്നത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിക്മത്ത്. ഏതായാലും ഇതാണ് പിന്നെ ബരീറയിൽ നിന്നുള്ള ബരീറയുടെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ്. ഞാൻ പറഞ്ഞു ഈ ഹദീസിൽ നിന്ന് 400 മസലകൾ ഇതിൽ കുറേ വിഷയങ്ങളാണ്. കുറേ വിഷയങ്ങൾ മുക്കാത്തബയുമായി ബന്ധപ്പെട്ട്, അതേപോലെ വലാവുമായി ബന്ധപ്പെട്ട്, ബൈഉമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട്, കച്ചവടത്തിൽ ഷർത്തുമായി ബന്ധപ്പെട്ട്, ഷർത്തുകളുമായി ബന്ധപ്പെട്ട്, ഷർത്തുകൾ സഹീഹായത് സഹീഹല്ലാത്തത്, അതായത് ബാത്തിലായത്, അസാധുവായത് അസാധുവാകാത്തത് തുടങ്ങി കുറേ വിഷയങ്ങൾ ഇതിൽ ഉണ്ട്. മനസ്സിലല്ലേ? അത് പിന്നെ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട്, അദബുകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ ദൈവത്തിൻ്റെ രീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ മസലകളുള്ളൊരു ഹദീസാണ്. അതുകൊണ്ട് പറഞ്ഞത് 400ഓളം മസലകൾ ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ ഉരുത്തിരിച്ച് എടുത്ത് രചന നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. തയ്യ് ഈ ബരീറ ഇവരുടെ ചരിത്രം നമ്മൾ പറഞ്ഞു. മനസ്സിലായി? ഭർത്താവിൻ്റെ പേര് മുഗീസ് എന്നായിരുന്നു. പിന്നെ ഭർത്താവിനോട് അവർ ഒത്തുപോകാത്തത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടിയാലോചിച്ചിട്ട് പിന്നെ റസൂലുള്ളാഹി അവർക്ക് ഖിയാർ നൽകി. അവരോട് എന്ത് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ഭർത്താവിൽ നിന്ന് പിന്നെ തലാക്ക് വാങ്ങാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഭർത്താവിൽ നിന്ന് സ്വതന്ത്രയായി. ഒരു ദിവസം ഈ ബരീറക്ക് ആരോ പിന്നെ സദക്ക കൊണ്ടുവന്ന് കൊടുത്ത് ഇറച്ചി. അല്ലേ? അത് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിൽ അവരെന്ത് ചെയ്യണം, പാകം ചെയ്യാണ്. അപ്പോൾ ഇറച്ചിൻ്റെ മണം ഇങ്ങനെ അടിച്ച്, അപ്പോൾ റസൂലുള്ളാഹി വന്നിട്ട് ഇങ്ങനെ അടുപ്പിൽ വന്ന് നോക്കി, അടുപ്പത്ത് വന്ന് നോക്കി. അപ്പോൾ ഇറച്ചിൻ്റെ മണം അത് വേവിക്കല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിച്ചു, നേരത്തെ പാകം ചെയ്ത ഇറച്ചി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അത് ബരീറക്കാരോ സദക്ക കൊടുത്ത ഇറച്ചിയാണെന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ബരീറക്ക് സദക്കയാണ് എങ്കിൽ നമുക്ക് ബരീറയിൽ നിന്ന് ഹദിയയാണ്, അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ സംഭവം. ഏതായാലും നബി കുടുംബത്തിൽ വളരെയധികം പിന്നെ അവർ സ്വതന്ത്രയാകുന്നതിന് മുമ്പും ശേഷവും വളരെയധികം സ്വാധീനിച്ചിരുന്ന ഒരു മഹദിയാണ് ആര്? ബരീറ റളിയല്ലാഹു തആല അൻഹ. മൗല ഉത്ബ എന്നാണ്. ഉത്ബത്ത് ബിൻ അബീ ലഹബ്, അബൂ ലഹബിൻ്റെ മകൻ ഉത്ബയുടെ മൗലയായിരുന്നു ഈ ബരീറ. പക്ഷേ അവർ പിന്നീട് മദീനയിൽ ഒരു കുടുംബത്തിൽ, ബനു ഹിലാൽ കുടുംബത്തിൽ അവരെത്തിപ്പെടുകയും അങ്ങനെ പിന്നെ അവരാണ് ഈ അഹ്ലുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സയ്യിദന്മാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ? കച്ചവടത്തിൻ്റെ അധ്യായത്തിൽ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ആരെ കച്ചവടം നടത്തുന്നത്? ആയിഷ റളിയല്ലാഹു തആല കച്ചവടം നടത്താണ്. പിന്നെ ബരീറയെ വാങ്ങാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പിന്നെ ഷർത്ത് വെച്ച് കച്ചവടത്തിൻ്റെ പിന്നെ നടത്തിപ്പിനാവശ്യമായ, കച്ചവടത്തിനെ ഉടക്കാനല്ല, കച്ചവടത്തിൻ്റെ നടത്തിപ്പിനാവശ്യമായ ഷർത്ത് അത് ഇവിടെ വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് ആ മസാല ഇവിടെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസിനെ ഇവിടെ കൊണ്ടുവന്നത്. ഇത് ആവർത്തിച്ച് വരുന്ന ഹദീസാണ്. പിന്നെ ബുലുഗുൽ മറാമിൽ തന്നെ ഇനിയും വേറെയും വരും. കാരണം വലാവുമായി ബന്ധപ്പെട്ടും മറ്റൊക്കെ വരുന്ന അധ്യായങ്ങൾ, മുക്കാത്തബയുമായി ബന്ധപ്പെട്ട് വരുന്ന അധ്യായങ്ങളിലൊക്കെ ഈ ഹദീസ് ഇനിയും വരും. ഫമാ ബാലു റിജാലി യശ്തരിത്തൂന ശുറൂതൻ ലൈസത് ഫീ കിതാബില്ല എന്ന് പറഞ്ഞേ. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതണം. ഖുർആനിൽ ഷർത്തുകൾ കാണുന്നുണ്ട്. നമ്മൾ ഖുർആനിൽ ഷർത്തുകൾ കാണില്ല. ഷുറൂത്തുകൾ പഠിപ്പിക്കാനല്ല ഖുർആനിലുള്ള ആയത്തുകൾ. ഖുർആനിലെ ആയത്തുകളിൽ ഷർത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്, വിഷയമുണ്ട്. പക്ഷേ പിന്നെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഷുറൂത്തുകളൊക്കെ ഇങ്ങനെ നമ്മൾ ഖുർആനിൽ ഓതുന്നുണ്ട് ഇല്ല. പിന്നെ ഇവിടെ ഈ ഫീ കിതാബില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ ഉദ്ദേശം? വിശുദ്ധ ഖുർആനിന് നിരക്കാത്തത് എന്നാണ്. ഖുർആനിൽ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ അത് അക്ഷരം പ്രതി അങ്ങനെയല്ല. പിന്നെയോ അക്ഷരാർത്ഥത്തിലല്ല. അവിടെ
ഫമാബാലു റിജാലിന് ഒരു വിഭാഗം ആളുകൾക്ക് എന്ത് പറ്റി? യഷ്തരിത്തൂന ഷുറൂത്തൻ, അവർ ചില ഷർത്തുകൾ വെക്കുന്നു. ലൈസത്ത് ഫി കിതാബിൽ, അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്തതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കിതാബിന് നിരക്കാത്തത്, അള്ളാഹുവിൻ്റെ കിതാബിന് നിരക്കാത്ത ഷർത്തുകൾ. എന്നിട്ട് പറയാണ് മകാന മിൻ ഷർത്തിൻ ലൈസ ഫി കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിലില്ലാത്തതാണ്, അള്ളാഹുവിൻ്റെ കിതാബിന് നിരക്കാത്ത ഏത് ഷർത്തുണ്ടോ ഫഹുവ ബാത്തിലുൻ, ആ ഷർത്ത് എന്താണ്? ബാത്തിലാണ്. വൈൻകാന മിഅത ഷർത്ത്, അത് 100 ഷർത്താണെങ്കിലും ശരി. പിന്നെ ഖലാഉല്ലാഹി ഹഖ്, അള്ളാഹുവിൻ്റെ വിധി അതാണ് നടപ്പിലാക്കാൻ ഏറ്റവും അർഹമായത്. വഷർത്തുല്ലാഹി ഔസഖ്, അള്ളാഹുവിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലൂടെ അറിയിച്ചതായ ഷർത്തുകൾ, അതാണ് ഏറ്റവും സുദൃഢവും സുശക്തവുമായിട്ടുള്ള ഷർത്ത്. അതിൽപ്പെട്ടതാണ് എന്ത്? വ ഇന്നമൽ വലാഉ ലിമൻ അഅതഖ്, ഒരടിമയെ മോചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അടിമയുടെ വലാ ആർക്കുള്ളതാണ്? മോചിപ്പിച്ച സയ്യിദിനുള്ളതാണ്, യജമാനിനുള്ളതാണ്. വലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, ഒരാൾ ഒരടിമയെ വാങ്ങി മോചിപ്പിച്ചു, സ്വന്തം കീഴിലുള്ള അടിമയെ മോചിപ്പിച്ചു എങ്കിൽ ആ അടിമ അയാളുടെ നടത്തിപ്പ്, ഇപ്പോൾ വിവാഹം ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ, അതൊക്കെ ഈ സയ്യിദിനുള്ളതാണ്. അടിമ മരിച്ചു എങ്കിൽ ആ അടിമയുടെ സ്വത്തുക്കൾ ആർക്കുള്ളതാണ്? സയ്യിദിനുള്ളതാണ്, യജമാനിനുള്ളതാണ്. അതാണ് അവിടെ വലാ മനസ്സിലാക്കാനുള്ള വിഷയം. ഖലാസ്, ഇതാണ് പിന്നെ ബരീറയുടെ പ്രസിദ്ധമായ ഹദീസ്. ഇൻഷാ അല്ലാഹ് ബുയൂഇൽ ഇനി നമുക്ക് നേരത്തെ ഹദീസ് എന്താ? ലബനുൽ ഫഹൽ, അതാ ഹബല ഹബല ഉമ്മഹാത്തുൽ ഔലാദ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച വിശദീകരിക്കാം. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.